ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പറയാൻ പോകുന്നത് ലോക പ്രശസ്തമായ ചില അപരനാമങ്ങളാണ്. ചില ലോകരാഷ്ട്രങ്ങൾക്ക് ലോക പ്രശസ്തമായ അപരനാമങ്ങളുണ്ട്. അത്തരം ചില അപരനാമങ്ങളും അതിന് പിന്നിലെ കാരണങ്ങളുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നോർവേ, പാതിരാ സൂര്യൻ്റെ നാട്. ഉത്തര ധ്രുവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന യൂറോപ്യൻ രാജ്യമാണ് നോർവേ. ഈ രാജ്യത്തിൻ്റെ വടക്കേ അറ്റം ആർട്ടിക് വൃത്തത്തിന് മുകളിലാണ്. അതിനാൽ ഈ പ്രദേശങ്ങളിൽ മെയ് മുതൽ ജൂലൈ വരെയുള്ള മാസങ്ങളിൽ 24 മണിക്കൂറും, അതായത് അർദ്ധരാത്രി പോലും സൂര്യനെ കാണാം. അങ്ങനെ നോർവേ പാതിരാ സൂര്യൻ്റെ നാടായി. സ്പെയിൻ, കാളപ്പോരിൻ്റെ നാട്. കാളപ്പോരിന് പേരുകേട്ട യൂറോപ്യൻ രാജ്യമാണ് സ്പെയിൻ. നൂറ്റാണ്ടുകളായി അവിടെ കാളപ്പോര് നടന്നിരുന്നതായി തെളിവുകളുണ്ട്. കാളപ്പോരിൻ്റെ മാത്രമല്ല, വിവിധ ഉത്സവങ്ങളുടെയും നാട് കൂടിയാണ് സ്പെയിൻ. സ്പെയിനിൽ മാത്രമല്ല, പോർച്ചുഗൽ, ഫ്രാൻസ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും മെക്സിക്കോ, കൊളംബിയോ, വെനസ്വേല തുടങ്ങിയ മധ്യദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളിലും കാളപ്പോര് നടക്കാറുണ്ട്. തുർക്കി, യൂറോപ്പിൻ്റെ രോഗി. ഈ വിശേഷണമുള്ളതുകൊണ്ട് മാത്രം അവശനിലയിലുള്ള ഒരു രാജ്യമാണ് തുർക്കി എന്ന് ചിലർക്ക് തോന്നിയേക്കാം. അത് ശരിയല്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ റഷ്യയിലെ സാർ ചക്രവർത്തിയായ നിക്കോളാസ് തുർക്കിയിലെ ഒട്ടോമൻ സാമ്രാജ്യത്തെ വിളിച്ച സിഗ്മാൻ എന്ന പ്രയോഗമാണ് ഇതിന് കാരണം. ഒരു കാലത്ത് അതിസമ്പന്നരായിരുന്ന സാമ്രാജ്യം ക്ഷയിക്കുന്നതിനെ കുറിച്ചിട്ടാണ് സാർ ചക്രവർത്തി അന്ന് അങ്ങനെ പറഞ്ഞതെങ്കിലും അത് പിന്നീട് തുർക്കിക്ക് ചീത്തപ്പേരായി. സ്വിറ്റ്സർലാൻഡ്, യൂറോപ്പിൻ്റെ കളിസ്ഥലം. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് യൂറോപ്പിലെ സ്വിറ്റ്സർലാൻഡ്. ആൽപ്സ് പോലുള്ള മനോഹരമായ പർവ്വതങ്ങളും കുന്നുകളും പുൽമേടുകളും തടാകങ്ങളും ഒക്കെ നിറഞ്ഞ ഭൂപ്രകൃതി ഈ നാടിനെ കായിക പ്രേമികളുടെ പറുദീസയാക്കി മാറ്റുന്നു. യൂറോപ്പിൻ്റെ കളിസ്ഥലം, പ്ലേ ഗ്രൗണ്ട് ഓഫ് യൂറോപ്പ് എന്നതിനേക്കാൾ മികച്ച വിശേഷണം സ്വിറ്റ്സർലാൻഡിന് നൽകാനില്ല. ഈജിപ്റ്റ്, പിരമിഡുകളുടെ രാജ്യം. നൈലിൻ്റെ വരദാനം എന്ന് അറിയപ്പെടുന്ന ഈജിപ്തിനെ പിരമിഡുകളുടെ രാജ്യം എന്നും വിളിക്കാം. ആയിരക്കണക്കിന് വർഷം മുൻപ് ഈജിപ്തിലെ ഫറവോമാർ പണിയിച്ച പിരമിഡുകൾ ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ഇനി പിരമിഡുകളെക്കുറിച്ചുള്ള രസകരമായ ഒരു വസ്തുത കേട്ടോളൂ. ലോകത്ത് ഏറ്റവും അധികം പിരമിഡുകളുള്ള രാജ്യം ഈജിപ്റ്റ് അല്ല, സുഡാനാണ്. ഈജിപ്തിലുള്ളതിൻ്റെ 3 ഇരട്ടിയോളം പിരമിഡുകൾ സുഡാനിലുണ്ട്. എന്നാൽ വലുപ്പത്തിലും ഗാംഭീര്യത്തിലും ഈജിപ്ഷ്യൻ പിരമിഡ് തന്നെയാണ് നമ്പർ 1. തായ്ലൻഡ്, വെള്ളാനകളുടെ നാട്. കേട്ടു പഴകിയതെങ്കിലും ഈ വിശേഷണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം ഇന്ന് പലർക്കും അറിയില്ല. തായ്ലൻഡിൽ വെള്ളാനകൾ ജീവിച്ചിരിപ്പില്ല. ഇന്ത്യൻ സംസ്കാരവും മതങ്ങളും ഏറെ സ്വാധീനം ചെലുത്തി വന്ന തായ്ലൻഡിലെ രാജാക്കന്മാർ ദേവേന്ദ്രന്റെ വാഹനമായ ഐരാവതം എന്ന വെള്ളാനയെ രാജകീയ ശക്തിയുടെ പ്രതീകമായി കരുതി പോന്നു. ഇന്നും അത് തുടരുന്നു. അങ്ങനെയാണ് രാജ്യം വെള്ളാനകളുടെ നാടായത്. ഓസ്ട്രേലിയ, കങ്കാരു നാട്. വൻകരകളിൽ ഏറ്റവും ചെറുതും ജനവാസം കുറഞ്ഞതുമായ ഓസ്ട്രേലിയയിൽ മാത്രമുള്ള ജീവിയാണ് കങ്കാരു. അതിനാൽ ഓസ്ട്രേലിയയെ കങ്കാരുവിൻ്റെ നാട് എന്നും വിളിക്കുന്നു. ഫിൻലാൻഡ്, 1000 തടാകങ്ങളുടെ നാട്. വിശേഷണം ഇതുതന്നെ, പക്ഷേ ഇതിന് ചെറിയ ഒരു തിരുത്ത് കൂടിയാകാം. 1000 അല്ല, 1,00,000 തടാകങ്ങളുടെ നാടാണ് യഥാർത്ഥത്തിൽ ഫിൻലാൻഡ്. ആയിരക്കണക്കിന് ദ്വീപുകൾ ചേർന്ന മനോഹരമായ ഈ യൂറോപ്യൻ രാജ്യത്ത് 1.5 ലക്ഷത്തിലേറെ തടാകങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. അതായത് ഫിൻലൻഡിലെ ആകെ വിസ്തൃതിയുടെ നല്ലൊരു ശതമാനവും തടാകങ്ങളാണത്രേ. ന്യൂസിലാൻഡ്, കിവികളുടെ നാട്. ഓസ്ട്രേലിയയിൽ നിന്നും ഏകദേശം 1900 കിലോമീറ്റർ കിഴക്ക് മാറി ദക്ഷിണ പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപരാഷ്ട്രമായ
ന്യൂസിലൻഡിൻ്റെ ദേശീയ പക്ഷിയാണ് കിവി. ന്യൂസിലൻഡുകാരെ കിവീസ് എന്നും വിളിക്കാറുണ്ട്. ക്യൂബ ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം. ശരിയാണ്, ഒരു കാലത്ത് ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം തന്നെയായിരുന്നു ഈ കരീബിയൻ രാഷ്ട്രം. ക്യൂബക്കാരുടെ പ്രധാന കൃഷി കരിമ്പും പ്രധാന വ്യവസായം പഞ്ചസാര നിർമ്മാണവുമായിരുന്നു. പണ്ട് ലോകത്തിൽ ഏറ്റവും അധികം പഞ്ചസാര ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യവും ക്യൂബ തന്നെ. എന്നാൽ ഇന്ന് കഥ മാറി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ക്യൂബയില്ല. ക്യൂബയേക്കാൾ ഇന്ന് വിശേഷണം ഇണങ്ങുക ബ്രസീലിനാണ്. ഇന്തോനേഷ്യ ഭൂമധ്യരേഖയിലെ മരതക ഭൂമി. തെക്കുകിഴക്കൻ ഏഷ്യയിൽ പ്രമുഖ ദ്വീപരാഷ്ട്രമാണ് ഇന്തോനേഷ്യ. 13,000-ലേറെ ദ്വീപുകളുടെ സമൂഹമായ ഇന്തോനേഷ്യയുടെ മനോഹാരിതയും പ്രകൃതി സമ്പത്തുമൊക്കെ കണക്കിലെടുത്താണ് ഭൂമധ്യരേഖയിലെ മരതക ഭൂമി, എമറാൾഡ് ഓഫ് ദി ഇക്വേറ്റർ എന്ന സുന്ദരമായ വിശേഷണം അതിന് ലഭിച്ചത്. ജപ്പാൻ ഉദയസൂര്യൻ്റെ നാട്. നമുക്ക് ഏറെ പരിചിതമായ മറ്റൊരു വിശേഷണമാണിത്. ഏഷ്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നതും അന്താരാഷ്ട്ര ദിനരേഖയുടെ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈന് തൊട്ടടുത്തുള്ളതുമായ രാജ്യമാണ് ജപ്പാൻ. പുരാതന ജപ്പാൻകാർ സൂര്യൻ ഉദിക്കുന്ന നാട് എന്നർത്ഥമുള്ള നിപ്പോൺ എന്ന് തങ്ങളുടെ നാടിനെ വിളിച്ചു. അതിൽ നിന്നാകാം ഉദയസൂര്യൻ്റെ നാട് എന്ന വിശേഷണം ലഭിച്ചത്. ഇംഗ്ലണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം. അതെ, ഒരു കാലത്ത് അങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം. ഒരു ഭാഗത്ത് സൂര്യൻ അസ്തമിക്കാനൊരുങ്ങുമ്പോഴേക്കും ലോകത്തിലെ മറുകരയിൽ എവിടെയെങ്കിലും മറ്റൊരു ബ്രിട്ടീഷ് കോളനിയിൽ സൂര്യൻ ഉദിക്കും. ഇത് പഴയ കഥ. പ്രതീക്ഷയുടെയും പ്രൗഢിയുടെയും നാട്, ലാൻഡ് ഓഫ് ഹോപ്പ് ആൻഡ് ഗ്ലോറി എന്നൊരു വിശേഷണം ഇന്ന് ഇംഗ്ലണ്ടിനുണ്ട്.